സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയതിൽ ഡാറ്റ ചോർച്ചയ്ക്ക് തെളിവുകൾ നിരത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ജീവനക്കാരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ PRDക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഈ ഫെബ്രുവരിക്ക് മുമ്പായി ഈ വിവരങ്ങൾ നൽകണമെന്നറിയിച്ചായിരുന്നു ചീഫ് മിഷൻ ഡയറക്ടർക്കുള്ള കത്ത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തെന്നും രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഹബ് ഫോർ ഗവൺമെന്റ് സർവീസസ് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കത്തിൽ പറയുകയാണ്. ഈ വിവരങ്ങൾ PRDയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഫെബ്രുവരി 12 മുമ്പ് കൈമാറണമെന്നും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. തന്റെ PA ഹരികുമാറിന് മുഖ്യമന്ത്രിയുടെ സന്ദേശം വന്നെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷിജോ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിജോ, ഇതിൽ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഡേറ്റ ഒന്നും എടുത്തിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് രേഖാമൂലമാണ് ആ ഡേറ്റ ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയിൽ ഈ കത്തൊക്കെ പോയാൽ അത് പ്രശ്നമാണ്. ഷിജോ, സ്വാഭാവികമായിട്ടും ഇത് വലിയ തരത്തിലുള്ള നിയമപോരാട്ടത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ കത്ത് പുറത്തുവിട്ടതിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ സംവിധാനങ്ങളിലെ മന്ത്രിമാരും മറ്റ് ബന്ധപ്പെട്ട CPM നേതാക്കളും എല്ലാം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളുടെയും വ്യക്തി വിവരങ്ങൾ ചോദിക്കുകയോ ആ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയോ അവരുടെ വിവരങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ OSD, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്ന ശ്രീറാം സാംബശിവ റാവു എന്ന് പറയുന്ന OSD ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന 2025 ഡിസംബർ മാസം 31 തീയതി ഇങ്ങനൊരു കത്ത് ചീഫ് മിഷൻ ഡയറക്ടർക്ക് നൽകുന്നത്. കെ സ്മാർട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാ വിവരങ്ങളും IT മിഷന് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ വ്യക്തി വിവരങ്ങൾ ഡേറ്റ ചോർച്ചയുണ്ടായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുത്തുകൊണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെ വ്യക്തി വിവരങ്ങളടക്കം, അതായത് ഒരാളുടെ ജോലിയോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല അവരുടെ കുടുംബ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് അവരിലേക്ക് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ സന്ദേശമായിട്ട് അയക്കുന്നു. ആ സന്ദേശം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഡേറ്റ ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തിയാണ് രമേശ് ചെന്നിത്തല സമർത്ഥിക്കുന്നത്. അതായത് ഈ കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ OSD ആയിരുന്ന ശ്രീറാം സാംബശിവ റാവു അയച്ച കത്തിന്റെ പകർപ്പടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഡേറ്റ ചോർച്ചയുണ്ടായിട്ടുണ്ട്, മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശമെത്തി. തൻ്റെ PA ആയിട്ടുള്ള ഹരികുമാറിന് പോലും മുഖ്യമന്ത്രിയുടെ സന്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതുകൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഇതിനെതിരെ കോൺഗ്രസ് നിയമപരമായിട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും വിവരങ്ങൾ ചോർത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രിമിനൽ ഒഫൻസാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിനെതിരെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഇതിനകത്ത് കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ഈ കത്ത് പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ ആരുടെയും വിവരങ്ങൾ ചോർത്തിയിട്ടില്ല, വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ക്യാപ്സ്യൂളായിരുന്നു ഇതുവരെ വന്നിരുന്നത്. എന്നാൽ ഈ കത്ത് പുറത്തു വന്ന അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ OSD ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു എങ്ങനെ ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കും എന്നുള്ളൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. ഈ പറയുന്ന നമുക്കറിയാം സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ വിവരങ്ങളും അവരുടെ ഡേറ്റ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പാർക്കിലാണ്. ഈ സ്പാർക്കിൽ നിന്നുള്ള വിവരങ്ങൾ പോലും ഇതിന്റെ ഭാഗമായിട്ട് ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടിയാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഇത് പുറത്തൊരു സ്വകാര്യ ഏജൻസിയിലേക്ക് അടക്കം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കണം എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും കെ സ്മാർട്ടും IT മിഷനും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.